വൈക്കം സ്വദേശിയായ അനന്തകൃഷ്ണൻ കൈകാലുകൾ ബന്ധിച്ച് നീന്തിക്കടന്നത് വേമ്പനാട് കായലിൻ്റെ 7 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 31 മിനിറ്റ് സമയമെടുത്താണ് അനന്തകൃഷ്ണൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. അസാമാന്യമായ പ്രകടനം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഈ 5ാം ക്ലാസ്സുകാരൻ. വൈക്കം ഉദയനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷിൻ്റെയും അഞ്ജുവിൻ്റെയും മകനാണ് അനന്തകൃഷ്ണൻ. പ്രായം 10, പഠനം 5ാം ക്ലാസ്സിൽ. പക്ഷേ പ്രകടനം ലോകോത്തരം. രാവിലെ 8:17 ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കയ്യിൽ വിലങ്ങിട്ട് നീന്തൽ ആരംഭിച്ചു. 1 മണിക്കൂർ 31 മിനിറ്റ് നേരം കൊണ്ട് വൈക്കം ബീച്ചിലെത്തി. താണ്ടിയത് 7 കിലോമീറ്റർ ദൂരം. കരയിൽ കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് അഭിമാനത്തോടെ അവൻ നീന്തിക്കയറി. പിന്നെ അനുമോദന പ്രവാഹം. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയായിരുന്നു കൈകാലുകൾ ബന്ധിച്ചുള്ള ഈ പ്രകടനം. ഒഴുക്ക് പ്രതികൂലമാകുമെന്ന് ഭയന്നെങ്കിലും അനന്തകൃഷ്ണൻ അതും മറികടന്നു. ലോകമറിയുന്ന നീന്തൽക്കാരനാകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. കൊള്ളായിരുന്നു. എനിക്ക് നീന്തി ഇപ്പുറത്ത് വന്നെന്ന് എങ്ങനെയെങ്കിലും സ്പീഡ് കിട്ടണം, പെട്ടെന്ന് എത്തണം, അങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത. ഫസ്റ്റ് ഷാജി സാറിൻ്റെ അടുത്ത് പോയപ്പം ഷാജി സാർ പറഞ്ഞു നല്ലോണം നീന്തുന്നുണ്ട്, അപ്പം നീ കോതമംഗലത്തോട്ട് പൊക്കോ. അപ്പം അങ്ങനെ അറിഞ്ഞതാണ്. കോതമംഗലത്തോട്ട് പോയപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ ഇവിടെ കായലിൽ നീന്താം. അപ്പം അതാണ് ഇവിടെ വന്ന് ആയത്. ഷാജി സാറ് കാരണമാണ്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സിമ്പിളായിട്ട് നീന്താൻ പറ്റി. ഞാൻ ഇന്നലെ ഒന്ന് പേടിച്ചു, ഓളം ഉണ്ടാവുന്ന ഓർത്ത് പേടിച്ചു ചെറുതായിട്ട്. പക്ഷെ സുഖമായിട്ട് കയറി വരാൻ പറ്റി. എൻ്റെ ആഗ്രഹം വലിയ സ്വിമ്മർ ആവണമെന്ന്. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബ് കോച്ച് ബിജു തങ്കപ്പന്റെ ശിക്ഷണമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉദയനാപുരം അമ്പലക്കുളത്തിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ ഷായ് സാറിൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ ആളാണ് ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞ ഇവന് വേറൊരിലേക്ക് നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം അവൻ്റെ നീന്തലിന് കുറച്ചുകൂടി കൂടുതൽ ഇവിടെ അല്ല, കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഷായ് സാറിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ കീഴിൽ ബിജു തങ്കപ്പൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാക്ടീസ് കൊടുത്തത്. ഏകദേശം ഒരു 5 മാസത്തോളം അവിടെ പ്രാക്ടീസ് ചെയ്തു, കോതമംഗലത്ത് മാത്രം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ശരിക്കും എല്ലാം നീന്തി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെ ഞങ്ങൾ ശരിക്കും പോയത് തന്നെയാണ്. വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് അനന്തകൃഷ്ണന്റെ കൈകാലുകൾ ചങ്ങലകൾ അഴിച്ച് സ്വതന്ത്രമാക്കി. വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ PT സുഭാഷ്, ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയ പ്രമുഖർ അനന്തകൃഷ്ണനെ അഭിനന്ദിച്ചു. ജനം, കോട്ടയം.